യെസ്, അപ്പോൾ ഇന്നലെ വയനാട് പുൽപ്പള്ളിയിലുണ്ടായ ഒരു കടുവ ആക്രമണവും അതിലൊരു മരണവും വലിയ പ്രതിഷേധമൊക്കെയാണ് ആ സ്ഥലത്ത് നടക്കുന്നത്. പുൽപ്പള്ളിയിൽ കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മാരന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് നടക്കും. ബന്ധുക്കളുടെ പ്രതിഷേധത്തെ തുടർന്നാണ് പോസ്റ്റ്മോർട്ടം ഇന്നത്തേക്ക് മാറ്റിയത്. വണ്ടിക്കടവ് ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് മൃതദേഹം ബത്തേരി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയപ്പോൾ കുടുംബത്തെ അറിയിച്ചില്ല എന്നാണ് ബന്ധുക്കളുടെ പരാതി. ബന്ധുക്കൾ എത്തിയ ശേഷം മാത്രമേ ഇന്ന് താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കൂ. യെസ്, പുൽപ്പള്ളിയിൽ നിന്ന് ഫൈസൽ നെടുമ്പാല വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഫൈസൽ, ഇന്നലത്തെ ആക്രമണം, അതിനിടയിലുണ്ടായ പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കണം, അതിനു മുൻപായി ബന്ധുക്കളൊക്കെ എത്തിച്ചേരണം. അതിനപ്പുറത്തേക്ക് വലിയ ആരോപണങ്ങൾ കൂടി വനം വകുപ്പിനെതിരെ ഉയരുന്നുണ്ട്. കടുവാ സാന്നിധ്യം സ്ഥിരമായുള്ള സ്ഥലമാണ്, പക്ഷേ വേണ്ടത്ര മുൻകരുതലുകളോ നടപടികളോ എടുത്തിട്ടില്ല തുടങ്ങിയ ആക്ഷേപങ്ങൾ കൂടിയുണ്ട്. ഇന്നിപ്പോൾ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഫൈസൽ? ജിൽസി, സൈഫുദ്ദീൻ, ഗുഡ് മോർണിംഗ്. ഏറ്റവും പ്രധാനമായി പറയാനുള്ളത്, ഇന്നാണ് പോസ്റ്റ്മോർട്ടം നടക്കേണ്ടത്. എന്നാൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം, ഇവരുടെ ബന്ധുക്കൾ ആരും ആശുപത്രിയിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം ഇന്നലത്തെ ഈ ഒരു പ്രതിഷേധം നടക്കുന്ന സമയത്ത് വണ്ടിക്കടവ് ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് ബന്ധുക്കളോട് പറയാതെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവർക്ക് അർഹമായ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചില്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല, നമുക്കറിയാം, ആദ്യഘട്ടത്തിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ കടുവയുടെ ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് വനം വകുപ്പ് കൊടുക്കുന്നത് 10 ലക്ഷം രൂപയും കുടുംബത്തിലെ ഒരാൾക്ക് താൽക്കാലിക ജോലിയുമാണ്. അത് മതിയാകില്ല. എല്ലാ കാലത്തും അല്ലെങ്കിൽ ഇത്തരത്തിൽ ആക്രമണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് വനം വകുപ്പ് സ്ഥിരമായി പറയുന്ന ഒരു കാര്യം മാത്രമാണ് ഇന്നലെ പറഞ്ഞതെന്നും അത് മതിയാവില്ല, ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഇതിന് വേണം. അതിലുപരി 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുകയും കുടുംബത്തിലെ 2 പേർക്ക് സ്ഥിര നിയമനം നൽകണമെന്നതും അടക്കമുള്ള ആവശ്യമാണ് ഈ കുടുംബം ഉന്നയിക്കുന്നത്. എന്തായാലും ആ ഒരു കാര്യത്തിൽ തീരുമാനമുണ്ടാകാതെ ജില്ലാ കളക്ടർ ഉൾപ്പെടെ ഇവിടെ വന്ന് കൃത്യമായി കൊണ്ട് അതിനൊരു ഉറപ്പ് നൽകാതെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമാകില്ല എന്നതാണ് ഈ കുടുംബങ്ങളും ഈ പറയുന്ന നാട്ടുകാരും ഉൾപ്പെടെ ഈ ഒരു വിഷയത്തിൽ എടുത്തിരിക്കുന്ന ഒരു നിലപാട്. ആ ഒരു തീരുമാനം ഉണ്ടാകാതെ ഇവരാരും തന്നെ ആശുപത്രിയിലേക്ക് എത്തുകയോ പോസ്റ്റ്മോർട്ടം നടപടികളുമായി സഹകരിക്കുകയോ ഇല്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഉന്നതിക്കാർ തന്നെ പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമാകാതെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുമോ എന്നുള്ള ഒരു ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. അപ്പോൾ ഈ ഉന്നതിയിലൊക്കെ തന്നെ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ജിൽസി, സൈഫുദ്ദീൻ. യെസ്, അപ്പോൾ അതുതന്നെയാണ്, വലിയ പ്രതിഷേധമൊക്കെ നടക്കുന്നു. അതിനിടയിലാണ് ഇന്നിപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ ഉണ്ടാവേണ്ടത്. ഇത്തരം ആക്രമണങ്ങൾ ഇങ്ങനെ നിത്യസംഭവങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ